ടെന്റ് അടിക്കാൻ പോവാ. ആർക്ക്? കറക്റ്റ് നമ്മളൊരു ഗ്രാമത്തിന്റെ ലുക്ക് കാണുന്നില്ല. പണ്ട് നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ നടക്കും. ഇപ്പൊ ആലപ്പുഴയിലൊക്കെ നമ്മൾ പെട്രോൾ പമ്പിലായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാ ഇവിടെ വന്നിട്ട് നമ്മൾ റോള് വാങ്ങാം കേട്ടോ. ചിക്കൻ റോളാണ്. എല്ലാത്തിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടിടും. കണ്ടോ കണ്ടോ കേട്ടോ, മഞ്ഞപ്പം പച്ചപ്പം ഒരുമിച്ച്. എന്റെ മോനെ സീന് സീന് സീന്. അയ്യോ ഏത് ലെവല് പോക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ എവിടെയുള്ളത്? വെസ്റ്റ് ബംഗാളിൽ ഫുൾബറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ആണ് ഇപ്പം കറക്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ മലയാളത്തിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആഘോഷിച്ച വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ ലാസ്റ്റ് വീഡിയോ നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് ഭൂട്ടാനിലേക്കുള്ള റൂട്ടിലേക്കാണ്. അപ്പോൾ എങ്ങനെ എത്തുന്നോ എപ്പോൾ എത്തുന്നോ ഒന്നും അറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എത്തും. അപ്പോൾ വെസ്റ്റ് ബംഗാളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ ഇനി സാധിക്കും. അതായത് ഇന്ത്യയിലത്തെ കാഴ്ചകൾക്ക് ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ നേപ്പാളത്തെ കാഴ്ചകളായിരുന്നു. ഇനി ഇന്ത്യയിലെ വീഡിയോ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്ന് അഞ്ചോ അപ്പൊ നമുക്ക് ഭൂട്ടാനിൽ പോണ്ടേ? ഭൂട്ടാനിൽ നിന്നെ കേറ്റൂല. ഇനി കുഞ്ഞു പിള്ളേരൊന്നും ഭൂട്ടാനിൽ കേറ്റൂല. ഭൂട്ടാന്റെ ബോർഡൊക്കെ വെച്ച് വന്നിട്ട് കുഞ്ഞു പിള്ളേരൊന്നും ഭൂട്ടാനിൽ കേറ്റൂല എന്നാ പറയുന്നത്. എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളെ വെസ്റ്റ് ബംഗാളത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എന്തൊരു ഹൈവേ കൂടി നമ്മളിങ്ങനെ പോവാട്ടോ. സൂര്യൻ നോക്കിക്കേ, അഷ്ടമിക്കാറായി. 4 മണി കഴിഞ്ഞട്ടോ. 5 സൈക്കിളിൽ മന്ദം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറേ അധികം ദൂരങ്ങൾ നമുക്ക് താണ്ടാനുണ്ട്. ഇന്ന് കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യും. കാരണം വൈകിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പെട്രോൾ പമ്പാട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ പെട്രോൾ പമ്പിലേക്ക് നമ്മൾ നിൽക്കാൻ പോകുന്നത്. നമ്മൾ വെസ്റ്റ് ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് കൂടി പോകാണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. അത് കണ്ടോ, തേങ്ങ ആണ് അത്. തെങ്ങ് നമ്മുടെ നാട്ടിലത്തെ സ്വന്തം നാളികേരം. അതിൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. 2-3 കുറച്ച് ഒരു 10-20 മരങ്ങളായ തെങ്ങായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോകുന്നതിക്ക് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ്. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഇത്രയും റോഡുണ്ടായിട്ട് നമ്മളെ പറ്റിയിട്ടൊക്കെയാണ് വണ്ടി വരിക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാളും ചെറിയ റോഡായിരുന്നു നേരത്തെ. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് എത്തും. 2-3 കിലോമീറ്ററിൻ്റെ അപ്പുറം. ഇവിടെ കണ്ടോ, തേയില കേട്ടോ. ഫുള്ളായിട്ട് ചെറിയ സ്ഥലത്തായിട്ട് ഇവരിങ്ങനെ തേയില ചെയ്യും കൃഷിയായിട്ട്. ഇവിടെ മാത്രമല്ല, അങ്ങൊരു പച്ചപ്പണ്ടില്ല, അവിടെയും തേയില കേട്ടോ. ഇതേപോലെ ചെറിയൊരു കഷ്ണമായിട്ട് ഇവരെല്ലാ സ്ഥലത്തും തേയില ചെയ്യുന്ന കാണാൻ പറ്റും. നമ്മളെ വെസ്റ്റ് ബംഗാളത്തെ കാഴ്ച കേട്ടോ ഇതൊക്കെ. നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ടെന്റ് അടിക്കാൻ പോവാ. ആർക്ക്? എനിക്ക് തീരെ വയ്യ കേട്ടോ ടെന്റ് അടിക്കാൻ. 6 ദിവസം സുഖമായിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് സുഖം പിടിച്ച് അവിടെ ഒരു പെട്രോൾ പമ്പിൽ ചോദിച്ചതാണ്. അപ്പോൾ പെട്രോൾ പമ്പ് അവർ സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലമുണ്ട്. ഈ ഒരു ഏരിയയിലാട്ടോ നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പുറം മറ്റേ തേയിലത്തോട്ടാണ് ഈ സൈഡിൽ കാണുന്നത്. മൊത്തമായിട്ട് ഫുള്ള് തേയിലത്തോട്ടാണ്. അങ്ങ് വരെ ഉണ്ട്. പിന്നെ അവിടെ ഏതോ മന്ദിരമൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. പെട്രോൾ പമ്പിൽ അവിടുത്തെ ഓണറിനെന്തോ ഇഷ്യൂ ആയിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. നമ്മളെന്തായാലും ഇന്നിവിടെ നിൽക്കാൻ പോവാ കേട്ടോ. എന്താ നോക്കുന്നേ? നോക്കിക്കേ, ഫുള്ള് ഇതെന്താ മഞ്ഞച്ചോറ് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി തന്നാണ്. ഇത് മുട്ടയാണ്. ഇതൊരു അച്ചാറ് പോലത്തെ ഒരു സാധനം. എല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ? അത് നമ്മളിപ്പോ കഴിക്കുക കേട്ടോ. അതായത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളതൊക്കെ. അപ്പോൾ അതാട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. കാണാത്തവർ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതൊക്കെ. അവർ പൊതിഞ്ഞ് വന്ന കേട്ടോ. എന്ത് ആൾക്കാരാന്ന് പറയുന്നത്, നല്ല ആൾക്കാരാട്ടോ. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം അല്ലേ? ഏത് കഴിക്കാം? റെഡിയായോ അഞ്ചു? പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. കുറച്ച് സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലമായിട്ടോ നിങ്ങൾ ബേക്കിക്കാണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇവിടുന്ന് വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകണം. ബീർപ്പാറയിലേക്ക് ഇന്ന് പോകണം എന്നാണ് പറയുന്നത്. 82 കിലോമീറ്റർ. ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി, ട്രക്കുകളും ഇറങ്ങി. ഫുള്ള് ട്രക്കാട്ടോ. ഇവിടെയൊക്കെ ചെറിയ കാട് പിടിച്ചൊരു സ്ഥലമാണ്. അല്ലാണ്ട് വേറെ അപ്പുറത്തായിട്ടൊന്നുമില്ല. ഇപ്പുറത്തെ ചെറിയ വില്ലേജൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ 2-3 വീടൊക്കെ ആയിട്ട് ചെറിയ വില്ലേജ് നമുക്ക് കാണാൻ പറ്റും. വെസ്റ്റ് ബംഗാൾ തന്നെയാട്ടോ, മാറിയിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം ഇനി വെസ്റ്റ് ബംഗാൾ കൂടെ തന്നെ ആയിരിക്കും യാത്ര ഉണ്ടാകുക. പിന്നെയാണ് ആസാമിലേക്ക് കയറുക. ഈ പുള്ളി കേരളത്തിൽ വന്നിട്ടുണ്ടോ? പത്തനംതിട്ട में आया ना? कैसे केरला लो कैसे? अच्छा केरला बहुत अच्छा और बहुत अच्छा लगता है.
നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോ വന്ന് സംസാരിച്ച കേട്ടോ. ഇതൊരു ആപ്പ് വെസ്റ്റ് ബംഗാൾ में हाँ जलपाईगुड़ी हाँ अच्छा से मिला. ഇവിടുത്തെ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വഴിയാട്ടോ അത്. മെയിൻ റോഡ് നല്ലതാണെങ്കിലും ഉള്ളിലോട്ടുള്ള റോഡൊന്നും അത്ര വലിയ മനോഹരമല്ല. ഇനി എന്തൊരു ഹൈവേ ആട്ടോ, എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്നൊരു ഹൈവേ. സൈഡിലായിട്ട് ചില സ്ഥലത്ത് മാത്രം ഗ്രാമങ്ങൾ വരും, അല്ലാത്ത ഭാഗത്ത് വെറും കാലി റോഡായിരിക്കും. ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന നേരം ഇവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് നിന്നിട്ട് പോകാൻ വിചാരിച്ച്. ഇവിടെ കണ്ടോ തേയിലത്തോട്ടാട്ടോ, അതിൻ്റെ അപ്പുറം തന്നെ ഒരു വീടൊക്കെ കാണാൻ സാധിക്കും. അങ്ങ് വരെ തേയിലത്തോട്ടാണ്. ഇവിടെയൊക്കെ കുറേ തേയിലത്തോട്ടുണ്ട്. ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. റോഡ് സൈഡിൽ തന്നെയുള്ള ചെറിയൊരു ഗ്രാമമായിട്ട് ഇത്, ചെറിയ വീടുകളൊക്കെ ആയിട്ട്. എനിക്ക് ഇവിടെ മൊത്തം മാറ്റമുണ്ട് കേട്ടോ, നല്ല രീതിയിൽ മാറ്റമുള്ള സ്ഥലമാണിത്. നമ്മളെ നേപ്പാൾ പോലെയല്ല. ഇതുപോലത്തെ ഓട്ടോസ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ നേപ്പാളിൽ നിന്നുണ്ട് സെയിം ടൈപ്പ് ഓട്ടോസാണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് ഇവരെ മെയിൻ വരുമാനം ഇതാ, ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. നമുക്കങ്ങ് കാണാൻ പറ്റും ചെറിയായിട്ട് കൃഷിയൊക്കെ. പിന്നെ മെയിനായിട്ട് വരുന്നത് ഇവരെ തേയിലത്തോട്ടാണ്. ഇതുണ്ടോ റോങ് വന്നിട്ട് മുമ്പിൽ വന്നിങ്ങനെ നിൽക്കും. ഇവിടെ പിന്നെ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെയൊക്കെയാണ് പോവുക. ബൈക്കാണെങ്കിലും ചെറിയ കാറാണെങ്കിലും എല്ലാം ഇങ്ങനെ റോങ് സൈഡ് കൂടെ ആട്ടോ പോവുക. യൂട്ടേണൊന്നും അടിച്ച് വരുന്ന പരിപാടിയൊന്നുമില്ല. ഇത് മൊത്തം കടുക് തോട്ടാണ്. നമുക്ക് വല്ലപ്പോഴേ ഇങ്ങനെ കടുക് തോട്ടമൊക്കെ കാണാൻ പറ്റുള്ളൂ. ബാക്കി മൊത്തം തേയിലത്തോട്ടമാണ് മെയിനായിട്ടുള്ളത്. അവിടെയൊക്കെ കുറേ പാടങ്ങൾ കണ്ടോ. ശരിക്കും പാടങ്ങൾ എന്തിനാന്ന് വെച്ചാൽ തേയിലയുടെ പാടാട്ടോ. അതായത് ടീ എസ്റ്റേറ്റാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെൽകൃഷിയൊക്കെ പോലെ അങ്ങ് പോലെ നിരന്ന് കിടക്കുക കേട്ടോ പ്ലെയിൻ ഏരിയയിൽ. എന്ത് മനോഹരല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ മലേൻ്റെ മുകളിലൊക്കെ അല്ലേ ടീ എസ്റ്റേറ്റ് കണ്ടിട്ടുള്ളൂ. ഇതാ നിരപ്പായ സ്ഥലത്ത് ഇങ്ങനെ വിടർന്ന് കിടക്കുകയാണ്. നല്ല ചൂടുണ്ട് ഇവിടെ. ആ ചൂടത്താട്ടോ തേയില ഇങ്ങനെ വളർന്നത്. ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ആസാം മോഡ് എന്ന് പറയും. ഇത് നമ്മുടെ ബൈപ്പാസ് ആട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ജയ്പൽഗുരിയിലേക്ക് പോകുന്നത്. ജയ്പൽഗുരിയിലുള്ള ട്രാഫിക് ആണ്. ഇങ്ങനത്തെ ഓട്ടോ ഇല്ല. ഇങ്ങനത്തെ ഓട്ടോ ഇങ്ങനെ അടുപ്പിച്ച് വന്ന് സ്പീഡും ഇല്ല ഒന്നുമില്ല. മുമ്പിൽ വന്നിട്ട് പറയാൻ പറ്റില്ല, ഫുള്ള് വന്നിട്ട് ഇങ്ങനെ മുമ്പിൽ വന്ന് ഇങ്ങനെ കിടക്കും. ഈ ഒരു ടൈപ്പ് ഓട്ടോ ഭയങ്കര ഇടങ്ങാറാട്ടോ. ഫുൾ ട്രാഫിക്കാണ് ആ വണ്ടീനെ കൊണ്ട്. വേറെ വണ്ടിക്ക് ഒന്നും പോകാനും പറ്റാത്ത അവസ്ഥയാണ്. സിറ്റികളിൽ ഇതാണ് മെയിനായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. തേയിലത്തോട്ടം മാത്രമല്ല കേട്ടോ വെസ്റ്റ് ബംഗാളിൽ ഇതുപോലെ നെൽവയലുകളും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം ഈ ഭാഗത്താണ് കൂടുതലുള്ളത്. വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് സൈഡാണിത്. മറ്റേ സൗത്ത് സൈഡിലൊന്നും മൊത്തം ഇതേപോലെ കൃഷി കേട്ടോ. മറ്റേ ഇതൊന്നുമില്ല, തേയിലത്തോട്ടമൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. ചേച്ചിമാരൊക്കെ വയലിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അവരെ ഗ്രാമത്തിലേക്ക് പോകുന്ന കേട്ടോ. ശരിക്കും ഒരു വയലൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കാണാൻ പറ്റുന്നതായിരുന്നു ഈ കുളമൊക്കെ. ഈ കുളമൊന്നും നമ്മുടെ നാട്ടിലിപ്പം വളരെ റെയറാട്ടോ. അങ്ങനത്തെ ഒരു പാടവരമ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോവാണ്. നമ്മളെ പണ്ടത്തെ ഒരു കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ പണ്ടൊക്കെയുള്ള സമയത്ത് ഇതുപോലെ തോടിനൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ വരമ്പ് കൂടിയൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വീട് നടന്നത് അതിൻ്റെ ഉള്ളിലാട്ടോ. അങ്ങൊക്കെയാണ് ഇവരെ വീടൊക്കെ വരുന്നത്. ഇതാട്ടോ ടീ സ്റ്റാർ റിവർ എന്ന് പറയുന്നത്. എന്ത് വലുതാലേ. അയ്യോ എന്ത് വലിയ റിവറാല്ലേ കാണാനായിട്ട്. അതിലേ കൂടി ആയിട്ട് നമ്മളെ ട്രെയിന് പോകുന്നൊരു വഴിയാണ് ആ കാണുന്നത്. വലിയൊരു റിവറാണ് ഇത്. വണ്ടികളൊക്കെ പോകുന്ന ഒരു ബ്രിഡ്ജാണിത്. 5 ഇതാ കേൾക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തൂടിയുണ്ട് ഇപ്പുറത്തൂടി കേട്ടോ. 2 ലൈനുണ്ട്. അങ്ങനെ ടീ സ്റ്റാർ റിവർ കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു കൊള്ളുന്നു. ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ കാണുന്നത്. ഇതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഇതുവഴിയായിരുന്നു പോയത്. എന്ത് വലുതല്ലേ. ഇത് കണ്ടോ നമ്മളെ പണ്ടത്തെ ടൈപ്പ് പാടങ്ങളാണിത്. നമ്മളെ നാട്ടിൽ ഇത് ഇപ്പം കാണാൻ വളരെ റെയറാട്ടോ. എൻ്റെ നാട്ടിലൊക്കെ പണ്ട് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്ത് ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഒരു ലുക്ക് കാണുന്നില്ല. പണ്ട് നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ നടക്കും. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു വരമ്പ് പോലത്തെ എൻ്റെ വരമ്പിൻ്റെ നടുക്കൂടി നടക്കുന്നതിന് അപ്പുറത്തും ഇപ്പുറത്തും വീടുകളൊക്കെ ആയിട്ടുള്ള എന്ത് രസാലേ കാണാനായിട്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമങ്ങളൊക്കെ ഇവിടെ കാണാൻ. ഗ്രാമങ്ങളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ തന്നെ വരണം കേട്ടോ, അല്ലാണ്ട് പറ്റൂല. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ വലിയൊരു ഹൈവേ ആണ്. ഈ ഹൈവേനോട് കൂടി പോകുന്ന നേരം നമ്മളൊന്നും കാണൂല. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇടത്തോട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരം കേട്ടോ എന്ത് സുന്ദരമാണപ്പോൾ. വെയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഗ്രാമങ്ങളാട്ടോ. ഉള്ളിലുള്ള ഫുള്ള് അടുപ്പിച്ച് വീടുകളാണ് ഇവിടെയൊക്കെ. അതും ഷീറ്റും
പിന്നെ സിമെൻറ്റിനെ കൊണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഷീറ്റിനെ കൊണ്ടൊക്കെയാണ് കൂടുതൽ വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിന്നിനി ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഏതെങ്കിലും നോക്കണം. ഇവിടെ കണ്ടോ ഫുള്ള് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി കേട്ടോ. ഇടയ്ക്ക് മാത്രം നമ്മളെ കടുക് പാടം കാണാൻ പറ്റും. ഫുള്ള് ഉരുളക്കിഴങ്ങാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്ത് രസം കാണാനായിട്ട്. അവിടെ ആരോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകളാട്ടോ ഫുള്ള്. ഈ ഓട്ടക്കാര് സീനാണ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ. നമ്മൾ തേയിലത്തോട്ടൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ ഗ്രാമങ്ങളുമുണ്ട്. നമ്മൾ ഗ്രാമങ്ങളിൽ ചെന്നിട്ടൊന്ന് ചോദിച്ചു നോക്കി ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവിടുത്തെ ആളല്ലായിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. ഒരു ചെറിയൊരു ഗ്രാമമാട്ടോ ഇത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്ന് പോകും. കുറച്ച് വീടുകൾ മാത്രമുള്ള സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ. ഇതുണ്ടോ? ഫൈനലി നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം നോക്കിയ ഒരു ബിൽഡിംഗ് ആട്ടോ. ഇത് പുതിയ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഉള്ളിലാട്ടോ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അതും ഇതാ നോക്കിക്കുക, ഒരു പെട്രോൾ പമ്പാട്ടോ. ശരിക്കും ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ചോദിച്ചപ്പോൾ കുറേ പെട്രോൾ പമ്പ് ചോദിച്ചു, പക്ഷേ എവിടെയും സമ്മതിച്ചില്ല. ഈ ഒരു പെട്രോൾ പമ്പിൽ ഇവിടെ മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിവിടെ സമ്മതിച്ച് നമുക്ക് ആദ്യം അങ്ങോട്ടേക്കായിരുന്നു അടിക്കാൻ സമ്മതിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ അടിക്കാമെന്ന്. കാരണം നമുക്ക് രാത്രി തന്നെ മിസ്റ്റൊക്കെ വരും. അപ്പോൾ ഇത് സേഫായിരിക്കും, നമുക്ക് തണുപ്പൊന്നും ഉണ്ടാവില്ല, അധികം ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അടുപ്പിച്ച് നല്ല ആൾക്കാരാട്ടോ ഇവിടുത്തൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ കേട്ടോ. നമ്മൾ പെട്രോൾ പമ്പിലായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാ ഇവിടെ വന്നിട്ട് നമ്മൾ റോള് വാങ്ങാം കേട്ടോ. ചിക്കൻ റോളാണിത്. നമ്മളെ ചേച്ചി നമുക്ക് നല്ല രീതിയിൽ പൈസ കുറച്ചിട്ടുണ്ടായിരുന്നു. 60 രൂപേൻ്റെ സാധനമാണ്, നമുക്ക് 50 രൂപക്ക് ചേച്ചി തന്നു കേട്ടോ. എന്ത് നല്ല ചേച്ചി കേട്ടോ. आपका नाम क्या है? ശിവമല്ലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് സൂപ്പും തന്നു കേട്ടോ. എനിക്ക് അലർജി ആയിട്ട് മൂക്കിൽ ഇങ്ങനെ ഇറ്റുന്നതിനെ കൊണ്ട് ചേച്ചി ഇവിടെ ഒരു സൂപ്പ് ഉണ്ട്, അത് കുടിച്ചാൽ റെഡിയാന്ന് പറഞ്ഞ് സൂപ്പൊക്കെ തന്നിട്ടുണ്ട്. എന്ന് നല്ല ചേച്ചി അല്ലേ, പാവം ഉണ്ടാവും. നമുക്ക് വേണ്ടി 2 മുട്ടയൊക്കെയാണ് പൊട്ടിച്ചിട്ടത്. സാധാരണ ഒരു മുട്ടയാണ് ഈ ചിക്കൻ റോളിനകത്തൊക്കെ ഇടുക. ഇത് 2 മുട്ട ഇട്ടിട്ട് നമുക്ക് പൈസയും കുറച്ച് തന്ന്. എന്ത് നല്ല ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. ചിലപ്പോൾ നമുക്ക് തോന്നും വൃത്തിയിട്ടാണ്, ചിലപ്പോൾ നമുക്ക് തോന്നും നല്ല ആൾക്കാരുള്ള സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. ഫുള്ള് കോടയാട്ടോ. 7:20 ഇവിടുത്തെ സമയം. നോക്കിയാൽ ഫുള്ള് എല്ലാ സ്ഥലത്തും കോട കയറിയിരിക്കുകയാണ്. ഇന്നെങ്ങനെ പോകുന്നറിയില്ല. ഞങ്ങളാണെങ്കിൽ വേഗത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്നൊരു 8 മണിക്കേക്ക് പോകാമെന്ന് വിചാരിച്ചു. അന്നാണ് ഈ ഒരു പണി കിട്ടിയത്. നോക്കട്ടെ എന്തായാലും കലങ്ങി തെളിയുമെന്ന്. രാവിലെ തന്നെ എന്താ കഴിക്കുന്നത്? പൂരി അല്ല കേട്ടോ, വേറെന്തൊരു സാധനമാണിത്. നല്ല മധുരമൊക്കെ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇത് ആലുവിൻ്റെ സബ്ജിയുണ്ട്. പൂരിയാണിത്. പക്ഷെ അഞ്ജുവിനെ മോഹം കണ്ട. അഞ്ജുവിന് ഇതൊന്നും വേണ്ട, ഇവിടെ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നത്. അഞ്ജുവിനെ വയറിന് സീനാവും ഇത് കഴിച്ചാൽ. ഇന്നലെ ഛർദിച്ച് അടിപൊളിയായിരുന്നു. ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്നും ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇതാ മുന്നോട്ട് പോകാട്ടോ. ഇടത്തെ സൈഡിൽ നമുക്ക് തേയിലത്തോട്ടം പിന്നെയും ദൃശ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിരന്ന് കിടക്കാട്ടോ. നമ്മളെ പാടങ്ങൾ കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ തേയിലത്തോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാനും പറ്റുന്നുണ്ട്. ട്രക്കുകൾ പോകുന്ന നോക്കിക്കേ, ഫുൾ ട്രക്കുകളായിരിക്കും ഇനി അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാവുക. കാരണം ഇത് നമ്മളെ ബൈപ്പാസ് റോഡ് എന്നൊക്കെ പറയുന്ന റോഡാണ്. ലെഫ്റ്റ് സൈഡിൽ ഈ ഉള്ളിലോട്ട് തേയിലത്തോട്ടൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇടത്തോട്ട് ചെറിയൊരു വഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമങ്ങളൊക്കെ കണ്ടുപോകാനൊക്കെ പറ്റും. ഓ, നമ്മൾ പോകുന്ന നോക്കിയേ, കോടയൊന്നും അത്ര വലിയ മാറിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. മുന്നോട്ട് പോകുന്നതിൻ്റെ മാറും, വെയിൽ നല്ലോണം വരികയും ചെയ്യും. അഞ്ജുവിനെ കണ്ടിട്ട് ആൾക്കാർ നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വയൽപ്പാടാണ്, ആരാന്നറിയില്ല. ഇതുപോലെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കും. എന്ത് ഭംഗിയാ നോക്കിയ പാടം കാണാൻ. അയ്യോ, അടിപൊളി രസം കേട്ടോ. അതുപോലെ ഇതാ അവിടെയും നമ്മൾ ആ പാടം തന്നെ കാണുന്നുണ്ട് വേറൊരു സ്ഥലത്തായിട്ട്. അയ്യോ, ഇവിടെയുള്ള ചെറിയൊരു ഗ്രാമമാട്ടോ അത്. ചെറിയൊരു ഗ്രാമമാണ്, അല്ലെങ്കിൽ 2-3 വീട് മാത്രമേ ഉള്ളൂ എന്നറിയില്ല. പക്ഷെ അവിടെയൊക്കെ ഉണ്ട് ഗ്രാമം തന്നെ, അവിടെയൊക്കെ വീടുണ്ട്. അതുപോലെ ആ ഒരു കാണുന്ന ഏരിയയിലും വീടുകളുണ്ട്. അതിൽ ട്രക്കുകൾ നിർത്തിയിട്ടുണ്ടോ? എത്ര ട്രക്കുകളല്ലേ, ഇഷ്ടംപോലെ ട്രക്കുകൾ നിരന്തരാന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ പോകുന്നത് ഇതാ ഏതൊരു ടൗണാട്ടോ. ടൗണിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ബേക്കുന്ന വലിയ ലോറികളും ട്രക്കുകളൊക്കെ വരും, ബസ്സുകളൊക്കെ. പാടാട്ടോ വീടെടുക്കാൻ. ഈ ചെറിയൊരു ലൈനിൽ ഇപ്പം കാണുന്നത് ഞങ്ങൾ പോകുന്നത്, ആ ഒരു ലൈനിൽ കൂടി പോയാൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും എല്ലാത്തിനും കഴിയുള്ളൂ. ഇടയ്ക്ക് വണ്ടി ഇങ്ങനെ മുമ്പിലുണ്ടാവും, അപ്പോൾ പണിയാവും നമുക്ക് കട്ട് ചെയ്ത് പോകാനായിട്ട് തന്നെ. ഏതോ ഒരു ഗ്രാമമാണ്. നമ്മളെവിടെയുള്ള അഞ്ചു സ്ഥലപ്പേര് ഞങ്ങൾ നിൽക്കുന്ന നേരം കുറേ ആൾക്കാരെ കണ്ടതാട്ടോ. ഹായ്, ഇവരൊക്കെ സിക്കിമിലുള്ള ആൾക്കാരാട്ടോ. അതേപോലെ പുള്ളി സിലിഗുരി തന്നെ. സിലിഗുരിയും സിക്കിമും ഒക്കെ ഉള്ള ആൾക്കാരാട്ടോ. ഇവർക്ക് അവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, നംചി വേന
റോക്ക്വിൽ ഹോട്ടൽ. ആ, റോക്ക്വിൽ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ. ആരെയും പോകുന്നെങ്കിലൊക്കെ പോവാ. കാരണം നമ്മളെ സിക്കിമിൽ കുറെ ആൾക്കാർ ഇപ്പം നോർത്ത് സിക്കിം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പലരും പോവാ. അപ്പോൾ നമുക്കിത് ബിസ്ക്കറ്റും ചായയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് കുടിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. ഇന്ത്യയിലേക്ക് എത്തിയത് പിന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ പെട്രോൾ പമ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ 4 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ 1-2 പെട്രോൾ പമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കേട്ടോ നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് നേപ്പാളിന് കണ്ട പറമ്പിലൊക്കെ ആണെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ഇതിനേക്കാളും. പക്ഷേ ഇത് ഫുൾ ഹൈവേ ആയതുകൊണ്ട് മടുപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈവേ വിട്ടിട്ട് ഗ്രാമങ്ങളിലെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴല്ല, കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പോകും. ഇത് കണ്ടോ, ഫുള്ള് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാട്ടോ ഈ കാണുന്നത്. അവിടെ മരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കീടനാശികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഫുള്ള് അങ്ങ് വരെ നമുക്ക് ഉരുളക്കിഴങ്ങിനെ കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ കാണുന്ന കണ്ടോ, ഫുള്ള് ഉരുളക്കിഴങ്ങ്. എൻ്റെ പൊന്നോ, എത്ര ദൂരാന്ന് നോക്കിക്കേ ഈ കൃഷി. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങ് ദൂരെ വരെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി എന്നൊക്കെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഇവിടെ സീസൺ സമയത്ത് ഉരുളക്കിഴങ്ങിനൊക്കെ നല്ല വില കുറവാട്ടോ. വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നല്ല രീതിയിൽ പൈസ കുറവിന് കിട്ടും. അതും ഇവരെ ഉരുളക്കിഴങ്ങിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നല്ല പിങ്ക് കളറായിരിക്കും ഉരുളക്കിഴങ്ങിന് വരിക. നമ്മളെ നാട്ടിലത്തെ പോലെ മഞ്ഞ ഉരുളക്കിഴങ്ങ് ആയിരിക്കില്ല. അങ്ങ് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കാണാണ്ട് അങ്ങ് വരുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിന് കൃഷി. എന്ത് രസമാണ്. ഈ വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വീടൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഷീറ്റാണ് മുകളിലുള്ളത്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളാണിത്. ഹൈവേ വന്ന സമയത്ത് ഇത് അടുത്തായി മാറിയെന്നേ ഉള്ളൂ. കാട്ടിനുള്ളിലൊക്കെ കാണാൻ പറ്റും. ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ ടൈപ്പ് വീടുകൾ. കൃഷിയൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ. ബൈക്കും കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ചു വിട്ട് പോകും. നമ്മൾ സൈക്കിളായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലവും കണ്ടാട്ടോ പോകുന്നത്. പെട്ടെന്നല്ല, ഓരോ സ്ഥലവും കണ്ടാണ് പോകുന്നത്. എന്ത് മനോഹരം അല്ലേ. ജുമൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമാട്ടോ ഇത് കാണുന്നത്. വീടുകളും കവുങ്ങിൻ്റെ തോട്ടങ്ങളും തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. തെങ്ങൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു ഗ്രാമം. നല്ല അടിപൊളി വീടൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ. കേരളത്തിലുള്ള ഒരു സൈഡിൽ കൂടി പോകുന്ന പോലെ ഇല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ മലബാറിൻ്റെ ഒരു സൈഡിലൂടെ പോകുന്നൊരു ഫീലാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്. അയ്യോ എന്ത് രസമല്ലേ, വാഴയും കവുങ്ങും. ബേക്ക് നോക്കിക്കേ, ഫുള്ള് നിരന്ന് കിടക്കുന്നൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. ഫുള്ള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഉരുളക്കിഴങ്ങ് കൃഷിയാട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അഞ്ജുവിനോട് ചോദിച്ചു നോക്കാം. അഞ്ജുവിനെ അറിയാൻ നോക്കാമല്ലോ. ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹേ അഞ്ജു, നേപ്പാളിൽ നമ്മൾ കടുക് തോട്ടം കണ്ടെങ്കിൽ ഇവിടെ എന്താ നീ കാണുന്നത്? ആ, ഉരുളക്കിഴങ്ങ്. ആ, നമ്മുടെ പറമ്പിൽ ഇച്ചിരി തെങ്ങൊക്കെ വെക്കൂലേ, അതുപോലെ ഇച്ചിരി തേയില അവിടെ ഇച്ചിരി തേയില, കൊറേ തേയിലത്തോട്ടം കണ്ടു. ഇവിടൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഉരുളക്കിഴങ്ങിന്റെ കൃഷിയാണ് എല്ലാ ഭാഗത്തും അല്ലേ. കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നിവർന്ന് കിടക്കാട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ കൃഷി. എവിടെ ചെന്നാലും ഉരുളക്കിഴങ്ങ നമുക്ക് തിന്നാൻ കിട്ടുന്നത്. അതിങ്ങനെ ഇത്രയും കൃഷി ആയതുകൊണ്ടാട്ടോ. ഇവിടെ പൈസ കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല പൈസ കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ ഉണക്ക മീനുകൾ ഇങ്ങനെ നിരത്തി വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നാറ്റം നല്ലപോലെ അടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഫുള്ള് ഉണക്ക മീൻ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാ ഇത്. പക്ഷെ മണം ഇങ്ങ് വരെ അടിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണുള്ള ഈ സിറ്റിയിൽ? ധൂപ്ഗുരി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോർഡൊക്കെ നമുക്ക് ധൂപ്ഗുരി എന്നാണ് എഴുതി കാണിക്കുക. അതുപോലെ സിലിഗുരി, ജയിൽപൽഗുരി എന്നൊക്കെ പറഞ്ഞാണ് എഴുതി കാണിക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുക. പക്ഷേ ഇവർ വായിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിലിഗുരി, ജയിൽപൽഗുരി, പിന്നെന്തായിരുന്നു ധൂപ്ഗുരി, അങ്ങനെയൊക്കെയാണ് വായിക്കുക. ധൂപ്ഗുരി, അതായത് രീ എന്ന് പറഞ്ഞിടത്ത് ഡി എന്ന് പറഞ്ഞാൽ വായിക്കുക. നമ്മളിപ്പോൾ ധൂപ്ഗുരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൂപ്ഗുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാട്ടുള്ളത്. ഫുള്ള് ഓട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതല്ല, ഇത് ഓട്ടോ അല്ല, ഇത് അഞ്ചുമാണ്. ഇത് ഫുള്ള് ഓട്ടോ ഒക്കെ കാണാൻ പറ്റും. സിറ്റീൻ്റെ സെൻട്രലായിട്ടുള്ളത്. ഫുൾ ട്രാഫിക് ഒക്കെ ആയിരുന്നു. ഭയങ്കര ട്രാഫിക് ആട്ടോ. ഇവരെ ഒരുമാതിരി എന്താ ഇതാ കണ്ടോ, വെറുതെ പാരലൽ യൂണിവേഴ്സിറ്റി എത്തിയ പോലെയാണ്. എന്തോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ. അവിടെ വലിയ മന്ദിരമൊക്കെ കാണാൻ പറ്റും. എന്തോ ഒരു ടൈപ്പ് സ്ഥലം. എന്നാലും നമുക്ക് ഫുള്ള് വണ്ടികളായിരുന്നു. ഇത് ചെറിയൊരു മെയിൻ സിറ്റി എന്ന് പറയുന്ന പോലെ ഒരു സെറ്റപ്പാണ്. നമുക്ക് ബീർപ്പാറ എങ്ങനെയാണെന്ന് ഉണ്ടാകുന്ന അറിയില്ല. ബീർപ്പാറ തന്നെ ഈ ബൈക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബിരിയാണി എന്നതാ. അഞ്ചു ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
എന്താ അഞ്ചു തിന്നുന്നേ? മുട്ടയുണ്ട്, അതുപോലെ തന്നെ ഇതെന്ത് സാധനം? എന്താ? എല്ലാത്തിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവട്ടെ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടിടും. എത്ര പൈസ എന്നറിയാം? അത് ഹാഫാണ്, 70 രൂപയുള്ളൂ. ഇത് നമ്മളെ ഫുള്ളാണ് 110 രൂപയുള്ളൂ. അതായത് 2 ചിക്കൻ പീസും 1 മുട്ടയും 1 ഉരുളക്കിഴങ്ങും. ആ ടേസ്റ്റ് ഉണ്ടല്ലേ? എന്നിട്ട് അവിടെ വന്ന് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അത് നാട്ടിലൊക്കെ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസ് അച്ചാറിനല്ലേ കൊണ്ടുതരുന്നത് അല്ലേ? 1 രൂപയുടെ അച്ചാറ്. ആ എന്നാൽ ഞാനും വേഗം തിന്നട്ടെ. ഇത് മൊത്തം കഷാപ്പിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരാൾ റെക്കമെൻഡ് ചെയ്യുന്നറില്ലേ? അത് ഈ ചെക്കൻ കേട്ടോ. ഓക്കെ നമുക്ക് ഓക്കെ. ഈ പുള്ളിയാട്ടോ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്തത്. അതേപോലെ ഇവിടെ വന്ന് നമ്മൾ വയറ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനിരുന്നില്ലേ? 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഇത് ഈ പുള്ളിയുടെ കടയാട്ടോ. ഹായ്, आपका नाम क्या है? പ്രമോദ് യാദവ്. ഇവിടെ തന്നെയുള്ള ആളാട്ടോ. 2 വർഷമായി കട തുടങ്ങിയിട്ട് നമ്മൾ കുറേ സംസാരിച്ചു. യാത്രികനാട്ടോ. അത് സൗത്ത് ഇന്ത്യ ജാഥ ഘൂമാനോ ബൈക്കിന്? ബൈക്കിൽ കുറേ പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട് കേട്ടോ. കന്യാകുമാരി എല്ലാം കറങ്ങിയ ആളാട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ ആളൊക്കെ ഉണ്ടിട്ട് ഓക്കെ ഭയ്യ ജാരേ ഓക്കെ. ആ ഓട്ടോ പോകുന്നുണ്ടോ അഞ്ചുവിൻ്റെ സൈഡിൽ കൂടെ തന്നെ? സീനാട്ടോ. തട്ടിയിടുന്ന പോലെയൊക്കെയാണ് പോവുക. അടുത്ത് ഇങ്ങനെ തട്ടിയില്ലാന്ന രീതിയിൽ. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. സൈഡിൽ കൂടി തുമ്പത്തൂടി കേട്ടോ. അപ്പോൾ പേടിയാവും. അപ്പോൾ പോകുമ്പോൾ തന്നെ ആവട്ടെ പോകുന്നുണ്ടോ? കണ്ട ഇടിച്ചില്ലാന്ന രീതിയിൽ അതാണ് മുമ്പിലോട്ടേക്ക് എടുത്ത് പോകുന്നത്. അവരൊന്നും നോക്കുന്നില്ല, നേരെ കയറ്റി അങ്ങ് എടുക്കുക. ഇങ്ങനത്തോടെ ഭയങ്കര ഇടങ്ങാറാട്ടോ. ഏത് സ്ഥലത്ത് പോയാലും ഭയങ്കര ഇടങ്ങാണ്. സൈക്കിളുണ്ട്, ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചു വിട്ട് പോകാമെന്നറിയാം. ഇത് സൈക്കിളിൽ പോകുന്നത് നമ്മൾ സ്ലോയിലല്ലേ പോവുക. ഇപ്പം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാട്ടോ പോയത്. അതാ കണ്ടോ ഇതാണ് പറഞ്ഞത്. ഈ ഓട്ടോറിക്ഷ സീനാണ്. ആലു ഫാം കണ്ട് വട്ടായതാട്ടോ. ഫുള്ള് ആലു ഫാം തന്നെ. എത്ര ദൂരാ. ഗ്രാമങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ്. ചെറിയ റോഡുമായി അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ വീടുകളൊക്കെയുള്ള സ്ഥലങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തൊക്കെ മറ്റേ ഫാമിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള വീടുകളുമുണ്ട്. അവിടെ കാണാണ്ടില്ലേ? ഈ സൈഡിലാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെ ആയിട്ട് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. പല കണക്കിനുണ്ട് കേട്ടോ. നമുക്ക് വൈൽഡായിട്ട് വാഴ ഇങ്ങനെ വളരുന്നത് കുറേ ഇല്ലേ. ഇതിൻ്റെ താഴെയിലാണെങ്കിൽ ഒരു ചെറിയൊരു പുഴ പോലെ എന്തോ ഒഴുകി പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഈ വേസ്റ്റൊക്കെ ചില ആൾക്കാരിങ്ങനെ സ്ഥലത്ത് കൊണ്ടുവരുന്നൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോഴേക്ക് അവർ പോവും, എടുക്കാൻ പറ്റൂല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഏതോ ഒരു ഫോറസ്റ്റ് റേഞ്ച് ആട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു പാതയാണത്. ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്തെ പ്രാവശ്യം അല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ഫോറസ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഫുള്ള് ഫാമാണ്. കണ്ടോ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. വയലിൽ നിന്ന് ആലു പെറുക്കിയെടുക്കുന്ന കാഴ്ചയാണ്. നമ്മൾ പോകുന്നതൊക്കെ ഹൈവേൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ സൈഡാക്കിയതാട്ടോ. ഞാൻ നേരത്തെ കാട് എന്ന് പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഇപ്പുറം നോക്കിക്ക് ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. ഇങ്ങനെ നിറഞ്ഞെടുക്കുക. വെട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സമയം ഇവരെല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അടുത്ത ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേക്കിനും പിന്നെ പുതിയ തളിര് വരുന്നേരം എല്ലാം വെട്ടിയെടുക്കും. അതാണ് ഇവർ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ ചെറിയ സ്ഥലത്തായിട്ട് തേയിലത്തോട്ടങ്ങൾ. ഇവിടുത്തെ ഒരു ചർച്ചും അതുപോലെ തന്നെ ചെറിയൊരു സ്കൂളും കേട്ടോ ഈ കാണുന്നത്. നമ്മളിതുവരെ വീർപ്പാറ എത്തിയിട്ടില്ല. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഒരു എന്താ പറയുക പ്ലെയിനായിട്ടുള്ള സ്ഥലം പോലെയും, അതായത് മണ്ണൊക്കെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തൊരു ഗ്രീൻ കളർ ഉണ്ടോ. അതെന്താണെന്നറിയാമോ? ഫുള്ള് തേയിലത്തോട്ടാട്ടോ. അങ്ങ് വരെ തേയിലത്തോട്ടാണ് എല്ലാ ഭാഗത്തും. ഇവിടെ ഇങ്ങനെ കാടുള്ള ഭാഗത്തൊക്കെ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇവർ തേയില വെച്ച് പിടിപ്പിച്ചിരിക്കുക കേട്ടോ. ഏതൊരു സ്കൂളായിട്ടാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ക്ലാസ് മാത്രമുള്ളത്. ഇവിടെ ചെറിയൊരു ഗ്രാമം കണ്ട് എനിക്ക് ചെറിയൊരു ഗ്രാമം, വളരെ ചെറിയൊരു ഗ്രാമം കേട്ടോ. ഈ കാണുന്നതൊക്കെ ഗൈർഘാട്ട ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഗൈർഘാട്ട ടീ എസ്റ്റേറ്റ് ഫുള്ള് അങ്ങ് വരെ ഉണ്ട്. എത്ര ദൂരാ. ഇപ്പുറത്തും ഉണ്ട് അതേപോലെ. അങ്ങൊക്കെ കാണാൻ പറ്റും. കുറേ കിലോമീറ്റർ കണക്കിന് ടീ എസ്റ്റേറ്റ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ
ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമ്മാതിരിയാണ് ഈ വെസ്റ്റ് ബംഗാളിൽ ടീ എസ്റ്റേറ്റുകളൊക്കെ ഉള്ളത്. ദൂരത്തായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ഈ ബൈക്കൊക്കെ വന്നാൽ. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ബൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ പറ്റും. ഇതുപോലെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ, ആ നിരപ്പായി കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഈ ടീ വന്നു എന്നുള്ള അതിശയം വരും. മണ്ണിൻ്റെ ഗുണം കേട്ടോ, മണ്ണിൻ്റെ ഗുണം കൊണ്ടാണ് ഇത്രയും ടീ ഒക്കെ അവിടെ പിടിക്കുന്നതും. അങ്ങനെ പച്ചപ്പിൽ തേയിലത്തോട്ടം കാണാൻ പറ്റി. ആ ഗൈരഘട്ടാന്ന് പറഞ്ഞിട്ടുള്ള തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ബസ് വരുന്ന നോക്കിക്കേ, എന്താലേ ഒരാളെ പോലും നോക്കാണ്ട് മുന്നിലേക്ക് എല്ലാം അടിച്ച് കയറി വരികയാണ്. ഇത് മൊത്തം അങ്ങ് മുതൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഞാനിത് എടുത്ത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കാണിച്ചത് കുറച്ച് മാത്രമല്ല, കുറേ ടീ എസ്റ്റേറ്റ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ. ഇഷ്ടംപോലെ പരന്ന് കിടക്കുന്നത് പച്ചയും വെട്ടിയതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക നിരന്ന് പറഞ്ഞിട്ട്. ഒരു ചേച്ചിയുണ്ടോ സൈക്കിളിൽ പോകുന്നത്. ഇവിടെ എല്ലാവരും സൈക്കിൾ തന്നെ യൂസ് ചെയ്യുന്ന കുറേ കണ്ടിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകളാട്ടോ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ടത്. ഗൈരഘാട്ടാന്ന് പറഞ്ഞിട്ടുള്ള ടൗണാട്ടോ ഇത്. ചെറിയൊരു ടൗണാണ്, ചെറിയ റോഡ്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ടൗണ് പോലെ തന്നെ. പക്ഷെ ഇവിടുത്തെ കടകളൊക്കെ കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എവിടെയാണെന്നുള്ളത്. ഇനി നമുക്ക് റൈറ്റിലോട്ടാണ് ഇവിടുന്ന് പോകാനുള്ളത്. റോഡ് മാറാനുണ്ട്, അത് എവിടെയാന്ന് നോക്കണം. എന്നിട്ട് വേണം മാറിപ്പോവാൻ. മഞ്ഞപ്പം പച്ചപ്പം ഒരുമിച്ച്, എൻ്റെ മോനെ ഏത് ജാതി വിഷ്വല്, എന്ത് രസാ കാണാന്. അയ്യോ പൊളി കേട്ടോ, പൊളി. നല്ല രസമുണ്ട് കാണാനായിട്ട്. മഞ്ഞയും പച്ചയും ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന കാണാനായിട്ട്. ഇവിടെ പാടത്ത് പണി കേട്ടോ ആൾക്കാർ. ആ രണ്ടുപേര് എന്തൊക്കെയോ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക, എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അവിടുന്ന്. ഇൻഡോ ഭൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ, അതായത് ഭൂട്ടാൻ്റെ ബോർഡറിലേക്ക് എത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. 35 കിലോമീറ്റർ. എന്താ ഹസിമാര, ഗുവാഹട്ടിക്ക് 321 കിലോമീറ്റർ ആട്ടോ. പക്ഷെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് 8 കിലോമീറ്റർ അങ്ങനെ ബാക്കിയുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പോകേണ്ട സ്ഥലം വെച്ചു പറപ്പിക്കുന്നുണ്ടോ എൻ്റെ പോലെ സീന്. അയ്യോ ഏത് ലെവല് പോക്ക്, കയ്യൊക്കെ വിട്ടിട്ടതാ പോകുന്നത്. പാവഞ്ചൊക്കെ ഞങ്ങളുടെ 2-3 ദിവസത്തെ യാത്രയാണ് നിങ്ങൾ ഒറ്റ വീഡിയോൻ്റെ അത് കണ്ടിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് പൊടിയാട്ടോ, നല്ല പൊടിയാണ്. കേട്ടോ ഇവിടെ നല്ല പൊടിയാട്ടോ. ഞങ്ങൾ ഭൂട്ടാനിലേക്ക് പോകുന്ന ബൈക്കാണുള്ളത്. ഇപ്പം ബീർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അവിടെ ഇന്ന് സ്റ്റേ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് കാണിക്കുക. കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുതിയ വീഡിയോനകത്തായിരിക്കും ആ കാഴ്ചകളൊക്കെ, നല്ല ടീ എസ്റ്റേറ്റും അതുപോലെ എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം ഞാൻ അടുത്ത വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത നല്ല ഗ്രാമക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.